ഹലോ ഗൈസ്, ജിതനാണ് യുവർ സ്പിരിച്വൽ ബഡി. കഴിഞ്ഞ ദിവസം ഞാൻ അബോർഷൻ സോളിനെ പറ്റി ഒരു വീഡിയോ ചെയ്ത് നിർത്തിയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂ വീഡിയോ ആണ്. ആ മുന്നത്തെ വീഡിയോ കാണാത്തിട്ട് ആ വീഡിയോയിൽ ഒന്ന് പോയി കാണുക. കാരണം അതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ അബോർഷൻ സോൾസിനെ പറ്റി. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ധനഞ്ജയനെ പറ്റി. നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡി ഏറ്റവും അവസാനം ദഹിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം പോകുന്ന ഒരു പ്രാണനാണ് ധനഞ്ജയ എന്ന് പറയുന്ന പ്രാണൻ. ഓക്കെ, ഈ പ്രാണനിലാണ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ആസ്ട്രൽ ബോഡി കാഷ്വൽ ബോഡിയിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ഈ പറയുന്ന പ്രാണനിലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ പറയുന്ന പ്രാണൻ പ്രോപ്പറായിട്ടല്ല അവരുടെ ആശകളോ കാര്യങ്ങളോ നിറവേറ്റാനാണ് പോണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ഈ പ്രാണൻ്റെ ഇമ്പാക്റ്റ് നിൽക്കും. ഒരു എനർജി ഫോമായിട്ട്, ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് ഇമ്പാക്റ്റ് നിൽക്കും. അപ്പോൾ ഈ അബോർട്ടഡ് സോളിൻ്റെ കേസിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഒരു സോള് അതിൻ്റെ ഫിസിക്കൽ ബോഡി അറ്റൈൻ ചെയ്തിട്ട് പുറത്തോട്ട് ഈ പറയുന്ന യൂണിവേഴ്സിലോട്ട് വരേണ്ട സോളിനെയാണ് നമ്മൾ കയറി കൊല്ലുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ട കർമാസ് ഉണ്ട്. ആ കർമാസ് ക്ലിയർ ചെയ്യലായിരുന്നു അതിൻ്റെ ഉത്തരവാദിത്തം. പക്ഷേ നമ്മൾ അതിനേലും മുന്നേ അതിനെ നമ്മൾ എമലോകസിലോട്ട് തിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് പറ്റും? ഈ എനർജി ഫോം നമ്മളുടെ ഇടയിൽ പ്രതിഫലിക്കാൻ തുടങ്ങും. അത് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല പല പ്രശ്നങ്ങളുണ്ടാകും. ഏറ്റവും കൂടുതൽ ആർക്കാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു അബോർഷൻ ചെയ്തെന്നിരിക്കട്ടെ, അതിനുശേഷം നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നിരിക്കുന്നുണ്ട്, ആ കുട്ടിക്കായിരിക്കുള്ളൂ ഏറ്റവും കൂടുതൽ ഇത് അനുഭവിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ പറയുന്ന കർമാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരാൾക്കാർക്കുള്ളൂ ഇത് കിട്ടുന്നത്. ഇത് കണ്ട് സഫർ ചെയ്യലാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഓക്കെ, അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ കുട്ടികളിലായിരിക്കുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളാവാം, ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ കുട്ടികളുടെ കുട്ടികൾക്കാവാം. ഓക്കെ, ഇനി ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടി വരും. കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മിസ് ചെയ്യുന്നത്. ഈ പറയുന്ന നെഗറ്റീവ് എനർജി തന്നെയാണ് ഈ പറയുന്ന അബോർട്ടഡ് സോൾ. ഈ സാധനത്തിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതെങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നല്ലൊരു എനർജി ഹീലർ അല്ലെങ്കിൽ ഒരു താന്ത്രിക് കർമാസ് ചെയ്യുന്ന ആളുകളോട് എടുത്തിട്ട് പോവുക. നല്ലവരെ തന്നെ ഞാൻ പറയുന്നത്, നല്ലവരെ തന്നെ. കാരണം കുരുക്കി പോയി പെടരുത്. ഓക്കെ, ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സോളിൻ്റെ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീനെ ഇവർ ഉച്ചാടനം ചെയ്യും. ഉച്ചാടനം എന്ന് പറയുന്നത് അതിനെ ശുദ്ധീകരിക്കും. സുദർശനം ചെയ്ത് ശുദ്ധീകരിച്ചിട്ട് അവരുടെ എനർജീനെ അവരുപാസിക്കുന്ന എനർജിയായിട്ട് ഈക്വലാക്കിയിട്ട് തിരിച്ച് പ്രപഞ്ചത്തിലോട്ട് ഇതിനെ പറഞ്ഞുവിടും. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമുക്ക്. ശരിക്കും ഉച്ചാടനമാണ്, ആവാഹനം അല്ലെങ്കിൽ ഉച്ചാടനമാണ് ഇതിന് പറ്റിയ ഒരു കാര്യങ്ങൾ. പക്ഷേ ചെയ്യുന്ന മന്ത്രവാദിനെ ഡിപ്പെൻഡിങ് ആയിരിക്കുള്ളൂ. ഒരിക്കലും പോയി കുരുക്കല്ലിൽ പെടരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നല്ല മന്ത്രവാദികളുടെ തൊട്ട് മാത്രം പോവുക. പിന്നെ സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തത്, ഇനി ചില കേസുകളിലൊക്കെ മിസ്കാരേജ് ഉണ്ടായി പോകുന്നുണ്ട്, നമ്മൾ അറിയാണ്ട് തന്നെ പോകുന്നുണ്ട്, അത് പ്രശ്നമാകുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു കോൺസെപ്റ്റിൽ അത് പ്രശ്നമാവില്ല. കാരണം അത് നിങ്ങളായിട്ട് നശിപ്പിച്ചതല്ല, അത് സ്വയമേ പോയതാണ്. കാരണം അതിൻ്റെ സെയിം ഫ്രീക്വൻസി ഉള്ള ബോഡി കിട്ടാത്തതുകൊണ്ടായിരിക്കുള്ളൂ ചിലപ്പോൾ അത് പോയേക്കണത്. അല്ലെങ്കിൽ എക്സ്റ്റേണൽ അതർ ഫാക്ടേഴ്സ് ഉണ്ടാവും, അതുകൊണ്ടാണ് പോയത്. അങ്ങനത്തെ കേസുകളിലൊന്നും പ്രശ്നമില്ല. പക്ഷെ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ അബോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പ്രശ്നങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങളുടെ പിള്ളേർക്ക് ഉണ്ടെങ്കിൽ, അബോർഷൻ ഉണ്ടെങ്കിൽ, അത് അബോർട്ടഡ് സോളിൻ്റെ പ്രശ്നമാണ്. അത് എടുത്തു മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൈഫിലൊരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രക്ക് സ്റ്റേജിൽ നിന്ന് പോകും. ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു വിശ്വസിക്കുമെന്ന് അറിയില്ല, പക്ഷേ വിശ്വസിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അനുഭവിക്കുന്ന പലരും ഉണ്ട് ഇവിടെ, കുറേ പേരുണ്ട് അനുഭവിക്കുന്ന. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലൈഫിൽ രക്ഷപ്പെട്ടു പോയവരുണ്ട്, എനിക്കറിയാവുന്ന കുറേ പേരുണ്ട്. എനിക്ക് ആരുടെയും പേരും നാളും പറഞ്ഞ് നിങ്ങളിലോട്ട് എത്തിക്കാൻ താല്പര്യപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ പേരും നാളുകളും പറയാത്തത്. നിങ്ങൾ വേണമെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യണമെങ്കിൽ കൂടുതൽ റിസർച്ച് ചെയ്തു. ഞാൻ പറയുന്ന അതേ കാര്യങ്ങളൊന്നും ശരിക്കുള്ളൂ ഓൾമോസ്റ്റ് കുറേ എല്ലായിടത്തും പറയുന്നത്. സിമ്പിളായിട്ട് എനിക്ക് ഇങ്ങനെ ഇത് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. കാരണം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞുതരാത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. ഒരിക്കലും അബോർഷൻ എന്ന് പറയുന്ന പരിപാടി ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. കാരണം സ്പിരിച്വാലിറ്റിയിലെ ഏറ്റവും വലിയ പാപമാണ് അബോർഷൻ എന്ന് പറയുന്നത്. കാരണം ജനിക്കുന്നതിന് മുന്നേ തന്നെ കൊല്ലുന്നൊരു പരിപാടിയാണ്. ജനിച്ചിട്ട് കൊല്ലുന്നതിനേക്കാളും പ്രശ്നമാണ് ജനിക്കുന്നതിന് മുന്നേ കൊല്ലുന്നൊരു പരിപാടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ പർപ്പസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കിതൊന്നും ചെയ്യാണ്ടിരിക്കാനും പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ
പലരും എന്താ ഇപ്പോഴത്തെ ഒരു ഇതിനകത്ത് പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് ഇത്ര ബോഡി കൗണ്ട് ഉണ്ട്, എനിക്ക് ഇത്ര ബോഡി കൗണ്ട് ഉണ്ടെന്നൊക്കെ. അത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അത് കുറച്ചും കൂടെ നല്ല ഇത് കേട്ട് ഇങ്ങനെയുണ്ടെങ്കിൽ എനിക്കിത് ഓളം വട്ടാണെന്ന് നിങ്ങൾ പറയും. പക്ഷേ സത്യം ഇതാണ് എന്ന് ഈ സ്പിരിച്വൽ ജേണിയിൽ പോകുന്നവർക്ക് കുറേ പേർക്കറിയാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.